ശരിയാണ്, അണ്ണം തൂക്കി. ക്രിസ്മസ് നിവിൻ പോളി തൂക്കിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നിവിൻ്റെ ഒരു കംബാക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും തിയേറ്ററിലേക്ക് വണ്ടി വിട്ടു. വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ആ സറ്റിലായിട്ട് മാനറിസംസ് കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ട് ഹ്യൂമർ കാണിക്കുന്ന ആ ഒരു പഴയ നിവിനില്ലേ, അയാളെ സ്ക്രീനിൽ വീണ്ടും കാണണം. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരേ ഒരു എക്സ്പെക്റ്റേഷൻസ്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സ്ക്രീനിലെത്തിക്കാൻ ഡയറക്ടർ അഖിൽ സത്യനും ടീമിനും സാധിച്ചിട്ടുണ്ട്. ഹ്യൂമർ അറ്റ് ഇറ്റ്സ് മോസ്റ്റ് ഗ്രൗണ്ടഡ് ബെസ്റ്റ്. അതായിരുന്നു സർവമായ ഒരു നല്ല പ്ലസൻ്റായ ഒരു ഫീൽ ഗുഡ് പടം. ചുരുക്കി പറഞ്ഞാൽ എ വാം ഹഗ് ടു യുവർ ഹാർട്ട്സ്. ഒരു ചെറിയ സ്മൈൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അതാണ് ഈ സർവമായ. സോ എങ്ങനെയുണ്ട് നിവിൻ്റെ കംബാക്ക്? നിവിൻ്റെ ശരിക്കുള്ള കംബാക്കാണ്. അതാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്. ഞാൻ നിറച്ച് ദിവസമായി ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമ തിയേറ്ററിൽ കണ്ടിട്ട്. എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിവിൻ അജു കാമ്പോ ശരിയാ. ഒന്ന് റിയാഷിബു, പ്രീതി മുകുന്ദൻ, പിന്നെ പ്രിയ വരെയുള്ള ഒരു കേമിയോ റോൾ ഉണ്ട് മൂവിയിൽ. ശരിക്കും എടുത്തു പറയേണ്ട പെർഫോമൻസ് പറഞ്ഞാൽ റിയാഷിബിന്റെ തന്നെയാണ്. ശരിക്കും നിവിൻ പോളിക്ക് ശേഷം ഈ മൂവി പക്ഷെ അതിന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പിവറ്റൽ റോൾ തന്നെയാണ് റിയാഷിബ്. സോ മറ്റൊരു കാര്യം ഈ മൂവിയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കാണ്. ജസ്റ്റിൻ പ്രഭാകരന്റെ ശരിക്കും പറഞ്ഞാൽ അത്ര ഭയങ്കര BGM അങ്ങനെയല്ല. ശരിക്കും ഈ മൂവിക്ക് എന്താവശ്യമോ അത് മാത്രമേ പുള്ളി ഇട്ടുള്ളൂ. അൽഫോൺസ് പുത്രൻ പ്രത്യേകിച്ച് ഒരു കേമിയോ ഉണ്ട്. അൽഫോൺസ് പുത്രന്റെ ഒരു കേമിയോ ഉണ്ട്. പുള്ളിയുടെ റോൾ അങ്ങ് ചെയ്ത് നല്ലതാണ്. ഈ പടത്തിലെ എമോഷണൽ സീൻ നല്ലപോലെ വർക്കൗട്ടായി. ഓവറോൾ ഒരു ഹൊറർ അല്ല, ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് പടമാണ്. ഒരു ഹൊറർ എലിമെന്റ് അങ്ങനെ പറയാം.